അല്ലേ? കരഞ്ഞില്ലെങ്കിൽ ബേജാറാണ്. കരഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയെ തലകീഴായിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും കരയിക്കാൻ മെനക്കെടുകയൊക്കെ ചെയ്യും. അത് പ്രകൃതിപരമായൊരു നിയമമാണ്, കുട്ടി കരയും. എന്നാൽ ഈ കുട്ടി കരയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഉണ്ടെന്ന്, ഉണ്ടായേക്കാം എന്നല്ല, ഉണ്ട്. മാമിൻ ബനി ആദമ മിൻ മൗലൂദിൻ, മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയുമില്ല ഇല്ലാ മസ്സഹു ശൈത്താനു ഇദീന ഉലിദ, ജനിച്ചാലുടനെ പിശാച് വന്ന് തൊട്ടിട്ടല്ലാതെ. നമ്മളാരും കാണാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ, ആദമിൻ്റെ ഒരു സന്തതി ജനിച്ചു വീഴുമ്പോഴേ പിശാച് ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു. ഫയസ്തഹില്ലു സാരിഹൻ, അപ്പം ആ കുട്ടി അലമുറയിട്ട് കരയാൻ തുടങ്ങും. മിൻ മസ്യ ശൈത്താൻ, പിശാച് വന്ന് തൊടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഈ കുട്ടിയെ കരയിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നത് ശൈത്താൻ എന്ന മഹാനാണെന്ന് പറയാനല്ല, അസ്തഗ്ഫിറുല്ലാഹ്, അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു തന്നാൽ, ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാച് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താ കുട്ടി കരയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, അലമുറയിട്ട് കരയുന്നില്ലോ, അല്ലാതെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകമുണ്ട്, ജനിച്ച കുട്ടിനെ വന്ന ശൈത്താൻ വന്ന് തൊട്ട് വേദനാക്കുന്നത് അതാ ശൈത്താൻ്റെതാണ് എന്ന് മനസ്സിലായ പിന്നെ ശൈത്താനെ നീക്കാൻ വേണ്ടി ഓടാനല്ല, അള്ളാഹിനോട് പറഞ്ഞേച്ചാൽ മതി, അള്ളാഹുവെ കുട്ടിയെ കാത്ത് രക്ഷിക്കണേ എന്നുള്ള രംഗുണ്ടാക്കുക, സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അപ്പം അങ്ങനെ ഒരു വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ പറ്റി നൽകിയിട്ടുണ്ട്. കണ്ടോ, മുജാഹിദിൽ പഠിപ്പിച്ചിട്ടില്ലേ? ഇത് മുജാഹിദിൽ പഠിപ്പിക്കാൻ ഉമ്മദിൽ പഠിക്കല്, ജമിയത്തുൽ ഉലമയുടെ കോളേജിൽ പഠിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു ഈ ഹദീസ്. എന്നിട്ട് സുല്ലമി നമ്മളോട് ചോദിക്കാണ്, ഇത് മുജാഹിദിൽ പഠിപ്പിച്ചാണെന്നോ? പിന്നെ ഇതല്ലാതെ എന്താ മുജാഹിദിൽ പഠിപ്പിക്കുന്നത്? ഖുർആനും ഹദീസുമാണ് മുജാഹിദുകൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ രസകരമായ മറ്റൊരു സംഗതി ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി പറഞ്ഞാണ്, അതുമായി ബന്ധപ്പെടുന്നതാണ്. ഇവിടെയും ചില ആളുകൾ വന്നിട്ട് എന്തെടുക്കുക, ഇപ്പോഴും രണ്ടാമത് പിന്നെ ന്യായീകരിക്കുകയാണ്. പല്ലിയെ കൊല്ലുന്ന ഒരു ഹദീസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളരെ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതില് ഇപ്പൊ പറയണത്, ഇപ്പൊ വന്ന മുസ്ലിയാരും പറയണത് ചിറകുള്ള പല്ലിയാണ്. സാഹിബ്, അങ്ങനെ ഒരു പല്ലിയെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമുണ്ട്. നിങ്ങൾ അവന്റെ ഫോസിലെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചെന്നാ കൊള്ളായിരുന്നു. ചിറകുള്ള പല്ലി നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല. ചിറകുള്ള പല്ലി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ? ചിറകുള്ള പല്ലി, ഈ ചിറകുള്ള പല്ലിയാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതിന് പരിഭാഷ എഴുതി സലാം സുല്ലമി എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ പരിഭാഷയിലുണ്ട്, റിയാദുസ് സാലിഹിന്റെ പരിഭാഷയിലുണ്ട്,